ചില വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി ഒരു സഹപ്രവർത്തകനെ ജയിലിലേക്ക് ഒരുപക്ഷെ മരണത്തിലേക്കും എത്തിക്കാൻ ശ്രമിച്ചവരെന്നാണ് അങ്ങയുടെ തന്നെ സഹപ്രവർത്തകരെ വിശേഷിപ്പിക്കുന്നത്. ഞാനത് പേഴ്സണലായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടതാണ്. അല്ലാതെ ഞാൻ അങ്ങനെ ആകേണ്ടതാണ്. നമ്മളങ്ങനെ എത്ര സമൃദ്ധതാകുമ്പോൾ നമ്മളങ്ങനെ പോകുമല്ലോ. നമ്മൾ ലോകം മുഴുവൻ കള്ളനാക്കുകയും നമ്മൾ ക്രൂസിഫൈ ചെയ്യുകയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ വേറെ ബുദ്ധിമുട്ടില്ലാവും. ഈ തകരാറും കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രമാണെന്നാണ് പരസ്യമായിട്ട് ഈ പ്രശ്നങ്ങൾ അവിടെ വൈകുന്നേരത്തെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമാണെന്നാണ് കരുതുന്നത്. അങ്ങനെയാണല്ലോ, തുടക്കം അവിടെ ആണല്ലോ. അവിടെ നിന്നാണ് എല്ലാം വരുന്ന പ്രശ്നങ്ങൾ. അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് പിന്നീട് അത് പ്രശ്നമായി മാറുകയായിരുന്നു. ഞാനത് അത്രയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല, ഞാനത് ആ വിഷമം പറഞ്ഞതേ ഉള്ളൂ. അതെൻ്റെ പേഴ്സണൽ ഗ്രൂപ്പാണ്. അത് വേറെ അങ്ങനെ പരസ്യമാക്കാൻ ഉദ്ദേശിച്ചിരുന്നതല്ല. പക്ഷെ അത് എങ്ങനെയോ അത് പരസ്യമായി അങ്ങനെയാണ്. അങ്ങനെയാണ് വാങ്ങി വെച്ചു എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് പറയുന്നത്. കാരണം പഴയ ഫോട്ടോയും പുതിയ ഫോട്ടോയും തമ്മിൽ വ്യത്യാസമുണ്ട്, ബില്ലുണ്ട് അവർ പറയുന്നത്. ഇവിടെ മോഴ്സലിസ്റ്റൊക്കെ നേരത്തെ ഉണ്ട്. ഈ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് നമ്മൾ നേരത്തെ ഈ MP ഫണ്ടിൽ ഇത് വാങ്ങിച്ചതിൻ്റെ കോൺട്രവേഴ്സി ഉള്ളത് കൊണ്ടുമൊക്കെ നമ്മളിതെല്ലാം നേരത്തെ എല്ലാം റെഡിയാക്കി നമ്മുടെ കസ്റ്റഡിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് തുടക്കം മുതലേ ഉണ്ടെന്ന് നമ്മൾ വ്യക്തമായിട്ട് പറയുന്നത്. ഇത്രയും കള്ളങ്ങൾ പറഞ്ഞ മുതിർന്ന സഹപ്രവർത്തകരുടെ പരിഭവമുണ്ട്, പരാതിയുണ്ട്. പരിഭവവും പരാതിയും ഒക്കെ ഉണ്ട്. പക്ഷെ അവർ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. അവരിവിടെ എന്നും കാണേണ്ടുന്നവരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടവരൊക്കെ. പിന്നെ നമുക്ക് വലിയ സർവീസ് വലിയ കാലവുമില്ല. 3-4 വർഷം കൊണ്ട് നമ്മളെല്ലാം റിട്ടയർ ചെയ്ത് പോകേണ്ട ആൾക്കാർ. ഇതിനെന്തെങ്കിലും പദവിക്കോ സ്ഥാനങ്ങൾക്ക് വേണ്ടിയാണോ ഇങ്ങനെ ചെയ്യുന്നത്? ഡോക്ടർ ഹാരിസ് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അദ്ദേഹം KGMCTA ഗ്രൂപ്പിൽ അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങളെക്കുറിച്ച് ഒരു തുറന്നു പറച്ചിൽ പോലെ നടത്തിയിട്ടുണ്ട്. ഒപ്പമുള്ള ചിലർ ചതിക്കാൻ ശ്രമിച്ചു, ജയിലിലടയ്ക്കാൻ ശ്രമിച്ചു, വെള്ളിക്കാശിനു വേണ്ടി തള്ളിപ്പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിരുന്നത്. മരണത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്ന വിധത്തിൽ വരെ ഇവരൊക്കെ പെരുമാറി എന്നതാണ്. ഒപ്പം ഉണ്ടായിരുന്ന സഹപ്രവർത്തകരാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. പ്രിൻസിപ്പലും സൂപ്രണ്ടും അടക്കമുള്ളവർ ഈ വാർത്താസമ്മേളനത്തിന് മുൻപോ ശേഷമോ താനുമായി സംസാരിക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല. ഏറ്റവും അടുത്ത സഹപ്രവർത്തകരാണ്, വളരെ സ്നേഹത്തോടെ കാണുന്നവരാണ്. എന്നിട്ട് പോലും ഈ വാർത്താസമ്മേളനത്തിന് മുൻപ് ഒരു വാക്ക് പോലും സംസാരിച്ചില്ല. എപ്പോഴും അവൈലബിൾ ആയിരുന്നു, തന്നെ വിളിച്ചാൽ കിട്ടുമായിരുന്നു, കാണാമായിരുന്നു, എന്നിട്ട് കൂടി ഒന്നും പറഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പച്ചക്കള്ളം അങ്ങേക്കെതിരെ പ്രചരിപ്പിച്ച സൂപ്രണ്ട്, പ്രിൻസിപ്പല്, അതും പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കണ്ട അവർക്കെതിരെ എന്തെങ്കിലും നടപടിയോ അല്ലെങ്കിൽ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുമോ? ഒരു പരാതിയില്ല, ഒന്നിനും മുമ്പോട്ട് പോകുന്നില്ല. അതങ്ങനെ സമയമെടുക്കും. ട്രീറ്റ്മെൻറ്റിലാണല്ലോ, അതിൽ ഇനിയിപ്പോൾ അത് ഫോളോ അപ്പിന് പോകണം. അപ്പോൾ അത് കുറച്ച് സമയം എടുക്കാം. ശരിയാകും.